ഹലോ മാഗ്ന. എന്താ കൃഷ്ണ? ദാസാറിനെ ക്യാബിനിൽ കാണുന്നില്ലല്ലോ. ആള് പുറത്തു പോയിരിക്കുകയാണോ? ഹരിദാസിനെ ക്യാബിനിൽ കാണാതെ താഴെ റിസപ്ഷനിലിരിക്കുന്ന മേഘനയോട് അന്വേഷിച്ചു വന്നതായിരുന്നു കൃഷ്. സാറ് വന്നിട്ടില്ലല്ലോ. ദാസാറ് ഇന്ന് ഫുള്ള് ലീവായിരിക്കുമോ? ഇന്ന് മാത്രമല്ല കൃഷ്ണ, ദാസാറ് കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. നമ്മുടെ മാത്യു സാറിൻ്റെ മകനില്ലേ നിഖിൽ സാറിൻ്റെ കല്യാണമാണല്ലോ. അതിൻ്റെ തിരക്കിലാണ് ദാസാറും മാത്യു സാറും. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ദർശൻ സാർ ഒറ്റയ്ക്കായിരിക്കും ഓഫീസിൽ. എന്തുണ്ടെങ്കിലും ദർശൻ സാറിനോട് പറഞ്ഞാൽ മതി. കൃഷൊന്നു മൂളി. അങ്ങനെ ആ വഴിയും അടഞ്ഞിരിക്കുന്നു. അമ്മേ! പുറകിൽ നിന്നും പെട്ടെന്നാരോ മുതുകത്ത് തട്ടിയതും കൃഷൊന്നു ഞെട്ടി. പകൽ സമയത്ത് നിന്നുകൊണ്ട് താനെന്താ സ്വപ്നം കാണുകയാണോ? പകച്ച് തിരിഞ്ഞു നോക്കിയ കൃഷ്ണനോടായി ദർശൻ ചോദിച്ചു. സാർ, അത് പിന്നെ ഞാൻ പെട്ടെന്നെന്തോ ആലോചിച്ച്, സോറി സാർ. ദർശൻ അവനെ നോക്കിയൊന്ന് ചിരിച്ച് മുകളിലേക്ക് കയറി. സാർ, ഒരു മിനിറ്റ്. മുകളിലേക്ക് പടികൾ കയറിയ ദർശനെ കൃഷ് വിളിച്ചു. എന്താ കൃഷ്? സാർ, എനിക്ക് 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 അത്യാവശ്യമായൊരു കാര്യം സംസാരിക്കാനുണ്ട് സാർ. ഞാൻ ഒരുപാട് സമയമെടുക്കില്ല. വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. പ്ലീസ്. താൻ എന്തിനാണ് ഇങ്ങനെ എന്നോട് ബഗ് ചെയ്യുന്നത്? താൻ കാര്യം പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അവൻ്റെ മുഖഭാവവും വെപ്രാളവുമെല്ലാം കണ്ട് ചിരിയോടെ ദർശൻ പറഞ്ഞു. സാർ, അത് പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും കുറച്ച് മാറി നിന്ന് പറഞ്ഞാൽ മതിയോ? എന്താ അച്ഛാ? അച്ഛനെന്തോ പറയാനുണ്ടെന്ന് നീയ പറഞ്ഞല്ലോ. എന്തോ ആലോചനയോടെ ഇരിക്കുന്ന രാമചന്ദ്രനോടായി അമ്പി ചോദിച്ചു. നിങ്ങളുടെ അമ്മാവൻ്റെ മകളില്ലേ ആ കാർത്തിക, അവളുടെ കല്യാണമായി. നിയ അമ്പിയുടെ മുഖത്തേക്ക് നോക്കി. ആമി അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ദർശന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ മാനേജറില്ലേ മാത്യു, അയാളുടെ മോനല്ലേ? അവൻ്റെ കൂട്ടുകാരനുമാണല്ലോ പയ്യൻ. വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ അമ്പി പറഞ്ഞു. കല്യാണം നടക്കില്ലെന്ന് വിചാരിച്ച നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുടെയും ആൺകുട്ടികളുടെയും കല്യാണം നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിട്ടും എൻ്റെ മക്കളുടെ വിവാഹം മാത്രം നടക്കുന്നില്ല. അതിയായ ദേഷ്യത്തോടെ രാമചന്ദ്രൻ പറഞ്ഞു. ആ, അമൽ ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായി ആമിയുമായുള്ള വിവാഹം നടത്താൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാ അമ്പി നടക്കുന്നത്? ഒന്നാമത് മൂത്തതുങ്ങൾ രണ്ടെണ്ണം ഇരിക്കുമ്പോൾ ഇളയതിനെ കെട്ടിച്ചു വിടുന്നത് എങ്ങനെയാ? ഇനി അത് കുഴപ്പമില്ല എന്ന് വെച്ചാലും അവിടെയും പ്രശ്നമില്ലേ? ആദ്യം അവളുടെ ഡിവോഴ്സ് നടക്കണ്ടേ? ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി അവളുടെ കല്യാണം ആദ്യമേ കഴിഞ്ഞതാണെന്ന് അറിയുമ്പോൾ ഇപ്പോഴുള്ള ഈ താല്പര്യം അവർക്ക് നഷ്ടപ്പെടുമെന്നും എനിക്ക് പേടിയുണ്ട്. ആ അമലിൻ്റെ അച്ഛൻ നമ്മുടെ ഫിനാൻസ് കമ്പനിയിലേക്ക് കുറച്ച് തുകയൊന്നുമല്ല തന്നിരിക്കുന്നത്. അവരെങ്ങാനും അത് പിൻവലിച്ച പിന്നെ ഈ കമ്പനി പൂട്ടുന്നതാ നല്ലത്. സത്യം പറഞ്ഞ നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. എങ്ങനെയെങ്കിലും ആമിക്ക് ഡിവോഴ്സ് മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇനിയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. വേറെ വഴി വല്ലതും നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നീയെ നോക്കിക്കൊണ്ട് അമ്പി പറഞ്ഞു. നീയ കയ്യിലിരുന്ന ഫോൺ വലിയ ശബ്ദത്തിൽ ടേബിളിന് മുകളിൽ വെച്ചു. അമ്പിയും രാമചന്ദ്രനും ഒന്ന് ഭയന്നു. ഒരു കാര്യം ചെയ്യേ, നാളെ തന്നെ ആമിയെയും കൂട്ടിപ്പോയി ഡിവോഴ്സിനുള്ളതെല്ലാം ചെയ്ത് അവൾക്ക് വേഗം ഡിവോഴ്സ് മേടിച്ചു കൊടുക്ക്. എന്നിട്ട് ആ അമലുമായി അവളുടെ കല്യാണം നടത്ത്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അമ്പിയേട്ടനും വേഗം കെട്ടിച്ചു കൊടുത്തു. അപ്പം മോളെ, നിന്റെ കാര്യോ? എൻ്റെ കാര്യോ? ആ ചിന്ത നിങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചത്. അമ്പിയേട്ടൻ്റെയും ആമിയുടെയും ലൈഫ് സേഫ് ആവുമല്ലോ. നിങ്ങൾക്കും അതല്ലേ വേണ്ടത്? എന്താ മോളെ ഇത്? ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് 3 പേർക്കും നല്ലൊരു ജീവിതം കിട്ടണം. അതുതന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിൽ ഏറ്റവും വലുതായി ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കല്യാണം തന്നെയാണ്. എന്നിട്ടാണോ അച്ഛനും ചേട്ടനും ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അത് ഇങ്ങനെ ഓരോ കല്യാണ കാര്യങ്ങളൊക്കെ കേട്ട സങ്കടത്തിൽ പറഞ്ഞു പോയതല്ലേ മോളെ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നീ തന്നെയാ വലുത്. അമ്പിയും അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയും ഇതൊരുപാട് ഞാൻ നീട്ടിക്കൊണ്ടു പോവില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം അത് തന്നെ ഞാൻ ഉപയോഗിക്കും. നോക്കിക്കോ, ദേവി തന്നെ സംസാരിക്കും എനിക്ക് വേണ്ടി ദർശനോട്. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചെന്ന പോലെ നീയ പറഞ്ഞു. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? കോഫി മഗ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ദർശൻ പറഞ്ഞു. സാർ,
ഞാൻ പറയുന്ന കാര്യം കേട്ട് സാറിന് എന്നോട് നല്ല ദേഷ്യം തോന്നുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ സാറ് എന്നെ തല്ലിയെന്ന് വരും. എന്നാലും സാരമില്ല, എനിക്ക് പറഞ്ഞേ പറ്റൂ. തുടർന്ന് കൃഷ് ദർശനോട് ആമി അവനോട് അഡ്വക്കേറ്റിനെ കാണാൻ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ആർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിച്ചപ്പോൾ ആമി തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞതും തങ്ങൾ രണ്ടുപേരും ഇന്ന് രാവിലെ വക്കീലിനെ കാണാൻ പോയ കാര്യങ്ങളും എല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലാതെ ദർശൻ ഇരുന്നു. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഇതിലിപ്പോൾ ഞാൻ എന്തു പറയാനാ കൃഷ്? ആമി, ആദ്യം ഞാൻ അവളെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. കുറച്ചു നാളായി അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. അതൊരു അബദ്ധമായെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ അവളെ കണ്ട് സംസാരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ദേഷ്യത്തിന് പുറത്ത് അവൾ എടുത്തൊരു തീരുമാനമായിരിക്കും ഇത്. ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ. എന്താണെങ്കിലും വേഗം വേണം സാർ. അവൾ അഡ്വക്കേറ്റിനോട് എല്ലാം വേഗം ശരിയാക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ വിവരമൊന്നും ആരോടും പറയരുതെന്നാ അവൾ എന്നോടും പറഞ്ഞിട്ടുള്ളത്. കൃഷി പേടിക്കണ്ട, ഏത് വഴിയാണ് എല്ലാം അറിഞ്ഞതെന്ന് ഞാൻ അവളോട് പറയില്ല. അവളോട് പറഞ്ഞാലും കുഴപ്പമില്ല സാർ. ഇതിൻ്റെ പേരിൽ അവൾ ഞാനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ അവളുടെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. സാറ് എങ്ങനെയെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം വേഗം സോൾവ് ചെയ്യേ. കൃഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തിക്കളഞ്ഞപ്പോൾ ദർശൻ തലപൊക്കി അവനെയൊന്ന് നോക്കി. തൻ്റെ അരികിൽ നിൽക്കുന്ന ആളെയാണ് അവൻ നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ദർശനും ആളെ നോക്കി. ആമി. അവളെല്ലാം കേട്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കൃഷി പോയിക്കോ, ഇനി പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കൃഷ് ദർശനെയൊന്ന് നോക്കി. പൊക്കോളാൻ അവനും കണ്ണുകൊണ്ട് കാണിച്ചു. അവൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. ആമി ദർശനെയൊന്ന് നോക്കി. കൃഷി ഇരുന്ന ചെയറിൽ വന്നിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ദർശേട്ടനോട് ഇതെല്ലാം സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിനി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട അല്ലേ? ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദർശൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് മര്യാദയ്ക്ക് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉപേക്ഷിച്ച് പോകരുതെന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അത്രത്തോളം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവഗണിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമായിരുന്നു ആമി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതൊക്കെ സംസാരിച്ച് ഇനിയും സമയം കളയുന്നത് എന്തിനാ ദർശേട്ടാ? നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇപ്പോൾ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും വേണ്ടത് പുതിയൊരു ജീവിതമാണ്. ആ ജീവിതത്തിൽ ഞാൻ വന്നാൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം നശിപ്പിക്കും. നീയില്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാടി? ദർശേട്ടാ പ്ലീസ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ദർശേട്ടൻ തന്നെ പറയും ഒന്നും വേണ്ടായിരുന്നു എന്ന്. നിറഞ്ഞ കണ്ണുകളോടെ ദർശൻ അവളെയൊന്ന് നോക്കി. ദർശേട്ടാ ബി പ്രാക്ടിക്കൽ. ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്, അതുകൊണ്ടാ. ആ ആലോചനകളിൽ എവിടെയും നീ എന്നെക്കുറിച്ച് ഓർത്തില്ലേ ആമി? എൻ്റെ സ്നേഹം അത് നിനക്ക് എവിടെയും കാണാൻ പറ്റിയില്ലേ? നിന്റെ സമ്മതമില്ലാതെ കെട്ടിയ താലിയാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നിന്റെ സമ്മതം എൻ്റെ അച്ഛൻ ചോദിച്ചിരുന്നു. അന്നത്തെ സാഹചര്യമല്ല ദർശേട്ടാ ഇപ്പോൾ. ദർശേട്ടനൊന്ന് മനസ്സിലാക്ക്. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഈ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? അവൾ പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് ദർശൻ ചോദിച്ചു. അതെ. ഉറച്ച ശബ്ദത്തിൽ തന്നെ ആമി പറഞ്ഞു. ശരി, എങ്കിൽ ഞാനിനി നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു സഹായം എനിക്ക് നീ ചെയ്തു തരണം. എനിക്ക് മനസ്സിലായി, ദേവിയുടെ കല്യാണം കഴിയുന്നതുവരെ ഇതൊന്നും ആരും അറിയരുതെന്നല്ലേ? ദേവി അവളൊന്ന് സന്തോഷിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വിവരം അറിഞ്ഞാൽ അവൾ തകരും. ഇനിയും ഒരു തകർച്ച അത് അവൾക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിവോഴ്സിൻ്റെ പേപ്പർ റെഡിയാക്കുമ്പോൾ നേരിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാൻ ഒപ്പിട്ട് തരാം. വീട്ടിലേക്കൊന്നും അയക്കാൻ നിൽക്കണ്ട. ആമി എഴുന്നേറ്റു. പിന്നെ എല്ലാം കഴിയുമ്പോൾ ദർശേട്ടനും ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണം. പോവാനായി നടന്നു തുടങ്ങിയിട്ട് പെട്ടെന്ന് നിന്നുകൊണ്ട് ആമി പറഞ്ഞു. വേറൊന്നും പറയാനില്ലെങ്കിൽ ആമി പൊയ്ക്കോ. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ടേബിളിൽ കൈവച്ച് തല കുമ്പിട്ടിരുന്നു കൊണ്ട് ദർശൻ പറഞ്ഞു.